ഇപ്പം ഞാൻ ആദ്യമായിട്ട് 1980 വരുമ്പോൾ കൊളത്തൂപ്പുഴ രവി അവിടെ ഈ സ്ട്രഗ്ലിംഗ് ടു ബിക്കം എ മ്യൂസിക് ഡയറക്ടർ ബട്ട് നോബഡി വാസ് ഗിവിംഗ് ഹിം എ ചാൻസ്. ഓ പാടുമ്പോൾ ഒറ്റയ്ക്കില്ലാത്തൊരു കൊച്ചു പെണ്ണു അബ്ബു ഘർ മേ നഹീ ഹൈ ടക്ക് ഒരു മാസം പോയി. ഇങ്ങനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നൗഷാദ് സാഹിബിന് 10 മക്കളുണ്ട്. അത്തപ്പൂന്നുള്ളി വൃത്തപ്പൂവും അല്ലെ പൊന്നും മുന്ന മിന്നി 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 പൊന്നും മുത്ത തെന്നി തെന്നി തെന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ ഒരു അമേരിക്കൻ റോക്ക് ബീറ്റ് ജും പപ്പം പപ്പം പജം ചെങ് ചും പാട്ടിൻ്റെ പകുതി ആയപ്പോൾ ഉണ്ടടാ പുക മെഷീനിൽ നിന്ന് പുക വരുന്നു, ഈ റെക്കോർഡിങ് കൺസോളിൽ നിന്ന് പുക വരുന്നു. ഒരിക്കൽ കൂടി പാടാമോ? ഒരിക്കൽ കൂടി പാടി നന്നാ എഴുതിക്കോളൂ. ഞാനിരുന്ന് മരവിച്ചു പോയി. ഇപ്പം നമ്മൾ ഇപ്പം ദേവദുന്ദുബിയിലേക്കൊന്ന് വരണം എന്ന് എനിക്ക് സാർ അത്രയും നാൾ ചെയ്ത പാട്ടുകൾ പോലെയല്ല ദേവദുന്ദുബി ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഇപ്പോൾ ഓർക്കസ്ട്രേഷനിൽ ഇപ്പോൾ പല എന്താ പറയുക, ഇപ്പോൾ രാഗങ്ങളിലേക്ക് കയറി പോകുന്ന ചില പോക്കുകളുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ ആ പാട്ടിൻ്റെ സഞ്ചാരത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ദേവദുന്ദുബി പോലൊരു പാട്ട് ചെയ്യണം, സെമി ക്ലാസിക്കൽ മൂഡ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നോട് ഫാസിൽ പറഞ്ഞു, ജോറി ഈ അടുത്ത പടം ഈ എന്നെന്നും കണ്ണേറ്റിനെന്ന് പറഞ്ഞ സിനിമ കംപ്ലീറ്റ്ലി നായന്മാരുടെ കഥയാണ്. ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ക്രിസ്ത്യാനികളുടെ കഥയാണ്. ഏത് മറ്റേത് 1000 കണ്ണുമായി 1000 കണ്ണുമായി അതിൻ്റെ അകത്ത് അച്ഛനുണ്ട്, പള്ളിയിൽ അച്ഛൻ വരും, മണി അടിക്കും, പിന്നെ അമ്മുമ്മ പള്ളിയിൽ പോകുന്നു. ഇന്റർലൂഡിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യൻ സൗണ്ട്സ്. അതെ അതെ അതെ, എല്ലാം കംപ്ലീറ്റ് ക്രിസ്ത്യൻ സ്റ്റൈലാണ്. അപ്പം അതുമായിട്ട് നമുക്ക് ഇപ്പം ബന്ധം പാടില്ല. അപ്പം ഞാൻ പറഞ്ഞ ഇറ്റ്സ് വെരി ഈസി. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബേസിക് കൾച്ചറിലുള്ള കുറേ രാഗങ്ങളെ അധിഷ്ഠിതമാക്കി പാട്ടുണ്ടാക്കിയാൽ ഈ പ്രശ്നം വരില്ല. പള്ളിപ്പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ദേവദുന്ദുബി എന്നുള്ള പാട്ട്, ഈ ഭീം പലാസി എന്ന് പറയുന്ന ഒരു രാഗം നോർത്ത് ഇന്ത്യയിലുണ്ട്, ഇവിടെ ആഭേരി എന്നാണ് പറയുന്നത്. നി സ ഗ മ പ നി സ സ നി ധ പ മ പ ഗ മ സ രി സ. ഇതാണ് ഭീം പലാസി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഭീം പലാസിയിലൊരു ട്യൂൺ ഉണ്ടാക്കാം. അങ്ങനെയാണ് ലാ ല ലാ ല ലി ലാ ലി ല ലി ല ല ല ലാ ല ല ലാ ല ലാ ല ലി. ഇത് ഞാൻ പാടിയപ്പോൾ നമ്മുടെ കൈതപ്രം സാർ അവിടെ ഇരിക്കുക. അതിനെടുത്ത വഴിക്കിട്ട വാക്കാണ് ദേവദുന്ദുബി. ദേവദുന്ദുബി. അപ്പം എൻ്റെ ഈ സിമ്പിൾ ട്യൂൺ, ഈ ദേവദുന്ദുബി എന്നുള്ള വാക്ക് വന്നപ്പോൾ എങ്ങോട്ട് പോയി, പൊങ്ങിപ്പോയി. ഞാൻ ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് അതങ്ങ് പോയി. ബാക്കി പാട്ടിൻ്റെ സർവ്വ വരികൾ അതുപോലെയാണല്ലോ. ദേവദുന്ദുബി സാന്ദ്രലയം, ദിവ്യ വിഭാത സോപാന രാഗലയം, ധ്യാനമുണർത്തും മൃദുപല്ലവി, കാവ്യമരാള ഗമനലയം. എൻ്റെ അമ്മോ എന്തൊക്കെയാണ് പറഞ്ഞു. സോ ആ പാട്ടിൻ്റെ വെയിറ്റ് മുഴുവൻ ഇരിക്കുന്നത് ഈ കവിതയിലാണ്, ദേവദുന്ദുഭീ സാന്ദ്രലയം. അപ്പം അങ്ങനെ എ സിമ്പിൾ ട്യൂൺ ബിക്കെയിം എ വെരി മെമ്മറബിൾ തിങ് ബിക്കോസ് ഓഫ് ദ ലിറിക്സ്. അതിനകത്ത് പറഞ്ഞ പോലെ വീണയുടെ ഒരു പോക്കുണ്ട്. അതുകൊണ്ട് വീണയുടെ ഒരു വരവുണ്ട്. അതേപോലെ അതിനകത്ത് ബാക്കിങ്ങിൽ ഫുള്ള് മൃദംഗം വരുന്നുണ്ട്. അതെല്ലാം അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാനല്ല. അമ്മ വീണ വായിക്കുന്നു, അമ്മമ്മ താളം പിടിക്കുന്നു, അമ്മ പെങ്ങൾ മോഹിനിയാട്ടം ചെയ്യുന്നു, ഇവൻ സ്കൂളിൽ പോയി കുട്ടികളെ നാടകം പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ പല സീക്വൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ദേവദുന്ദുബിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇന്ന് രാവിലെ വീണ്ടും പൂവട്ടക തട്ടിച്ചിന്നെ വീണ്ടും ഞാൻ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വയലിൻ്റെ ടോൺ ഉണ്ടെങ്കിലും വയലിൽ ഒന്ന് ഒരു ട്വീക്ക് ചെയ്തിട്ടാണ് ഒരു
ഉണ്ട്, ഇന്റർലൂഡിൽ വായിക്കുന്നത്. അതെ അതെ. അതായത് തന്നാ താനീ തന്നീ താനീ ആ പോർഷനിൽ വയലിൽ ഇച്ചിരി ട്വീക്ക് ചെയ്താ വായിക്കുന്നത്. അതെ. അപ്പൊ ഈ നായകനും നായികയും ഒരു കാട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് പിക്ചറൈസേഷനിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവർ ജീവിക്കാൻ പോകുന്ന സാഹചര്യം, അതായത് പാട്ടിങ്ങനെ ഓടിങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു പോർഷനിൽ ഇവിടെ വരും അവര്, അതുകൊണ്ട് ഇച്ചിരി ട്വീക്ക് ചെയ്ത് നമുക്കൊരു നാടൻ ഇൻസ്ട്രുമെന്റ് ഇല്ല ഒന്നും, ഇതൊക്കെ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളാണ്. കാരണം ഈ നായകന്റെ കയ്യിലും ഒരു മൺവീണ പോലത്തെ ഒരു സാധനമുണ്ട്. ഇത് സംഭവിച്ചു, അത്രയേ ഉള്ളൂ, മനഃപൂർവ്വമൊന്നുമല്ല. അത് ഞാൻ വെച്ചപ്പോൾ സംവിധായകന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് മാറുമ്പോഴേക്കും ഇങ്ങനെ ഒരു സൗണ്ട് വരണം സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നായിരിക്കും. അങ്ങനെയൊന്നും അല്ല, അങ്ങനെ സംഭവിച്ചു. നമ്മളിനി വേറൊരു പാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള രഹസ്യം പറയാം. ഞാൻ ഈ ചെയ്യുന്നതിനെ അർത്ഥവത്താക്കുന്നത് ഫാസിലിന്റെ പിക്ചറൈസേഷനാണ്. ഇപ്പം ട്വീക്കിംഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയത്, ഹി പേർപ്പസ്ലി പിക്ചറൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് കെയിം ഔട്ട്. സത്യം, ബ്രില്യൻസ് അല്ലേ? അതാണ് മാസ്റ്റേഴ്സിന്റെ തലാന്ന്. ഡയറക്ടർ ഇസ് ഡയറക്ടർ. സത്യം. സാറിന്റെ കോൺസേർട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞായിരുന്നു, അത് ഞാൻ വന്ന് കണ്ടിരുന്നു. വളരെ ആവേശത്തോടു കൂടി എനിക്ക് സാറിന്റെ പാട്ടുകൾ, സാറിന്റെ കൊയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സാറിന്റെ ഗ്രൂപ്പ് പാടുന്നത് കേൾക്കുന്നതോടൊപ്പം തന്നെ സ്റ്റേജിൽ സാറ് തരുന്നൊരു ഓറയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഫാൻസ് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്, സാറിനെ കണ്ടിരിക്കാനായിട്ട് സാധനമുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി പാട്ട് പാടി. അപ്പൊ അതിൻ്റെ അകത്ത് പാടിങ്ങനെ വന്നപ്പോഴത്തേക്കും എടുത്തു പാടുമല്ലോ വീണ്ടും, മാമാട്ട് കുട്ടിയമ്മേ മാമുണ്ണാനോടി പാടിവായോ. ആ പോർഷൻ വന്നപ്പോ സാർ ഇങ്ങനെ 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 തന്നെ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ അടിച്ചിട്ട് സാർ അത് വീണത് കലക്കി എന്നുള്ളത് നമുക്ക് കിട്ടും അവസാനം. അപ്പോൾ ഈ പാട്ടിനിടയിൽ സംഗതികൾ വെക്കുന്നത് സാർ എത്രത്തോളം ആസ്വദിച്ചാണ് ആ സംഗതി അവിടെ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണം ചിത്രാമ്മയിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഈ മാമാട്ടിക്കുട്ടിയമ്മ എന്ന സിനിമയിൽ ഈ ജാനകി അമ്മയൊക്കെ മദ്രാസിൽ നിന്ന് കൊണ്ടുവരിക, പിന്നെ മദ്രാസിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റുകാരെയൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിലവാകും. അതുകൊണ്ട് നവോദയ അപ്പച്ചനോട് പറഞ്ഞു, നമുക്കിവിടെയുള്ള പിള്ളേരെയൊക്കെ കൊണ്ട് തന്നെ ഈ പാട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഞാൻ പറഞ്ഞു, നമുക്കൊരു കൈ നോക്കാം, ഇവിടെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് നല്ല പാട്ടുകാരികളുണ്ട്. പിന്നെ നമ്മുടെ വിമൻസ് കോളേജിൽ നല്ല പാട്ടുകാരുണ്ട് അവിടെ. പിന്നെ ഈ നമ്മുടെ ഒരു സിത്താര, മോഹൻ സിത്താര, സിത്താര എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചിയിൽ നിന്നാണെങ്കിൽ നമുക്ക് കുറച്ച് ആളെയും ഇമ്പോർട്ട് ചെയ്യാം, എന്നിട്ട് ഇവരെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒപ്പിക്കാം. അങ്ങനെയാണ് ഈ മാമാട്ടിക്കുട്ടിയമ്മയിലേക്ക് ഞങ്ങൾ വരുന്നത്, പ്രോജക്റ്റ് ഓണാവുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ജെർസപ്പൻ എന്ന് പറയുന്ന ഗിറ്റാറിസ്റ്റ്, കൊച്ചിയിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നിരുന്നു പാട്ട് പാടാനായിട്ട്. മെഹബൂബ് വന്നിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മയില്ല, പക്ഷേ കൊച്ചിയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് മ്യൂസിഷ്യൻസ് ഇറക്കാം തിരുവനന്തപുരത്ത് നിന്ന്. അങ്ങനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഈ പ്രോജക്റ്റിലാണ് മോഹൻ സിത്താര സാറും വയലിൻ വായിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്നൊരു പാട്ടില്ലേ, അത് ആക്ച്വലി ഇത് വെസ്റ്റേൺ വയലിനാണ്. മോഹൻ സിത്താര വളരെ നന്നായിട്ട് വായിച്ചു. ഇവൻ്റെ മോഹൻ സിത്താര അതെ ഈസ് എ വെസ്റ്റേൺ വയലിനിസ്റ്റ്. പിന്നെ വേണമെങ്കിൽ അല്പം സ്വല്പം ഗമകങ്ങളൊക്കെ ഇടാം എന്നില്ല. സോ ഇറ്റ് ഈസ് മോഹൻ സിത്താരയാണ് വായിച്ചിരിക്കുന്നത്. ടീ ടീ. അപ്പോൾ അതായത് ലാ തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോൾ എന്നുള്ള പാട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ. വാനാതുവൻ നനങ്ങി വാഴ്ത്തു വരൂ വരൂനാഥൻ പിറന്നിതാ തൊഴാം നാഥൻ പിറന്നിതാ. അവിടം വരെ അതിനുള്ള വയലിൻ, സോളോ വയലിൻ ഇൻട്രൊഡക്ഷൻ ഇദ്ദേഹം വായിച്ചിരിക്കുന്നത്. പിന്നെ തത്തണം എന്ന പാട്ട് വേറൊരു വശത്തേക്ക് അവിടെ. അല്ല സാർ, അപ്പം ഈ സംഗതികളുടെ കാര്യങ്ങൾ സംഗതി എന്ന് വെച്ചാൽ സംഗതി എന്ന് പറയുമ്പോൾ തന്നെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ. ഇതിനകത്തുള്ള ട്യൂൺ ആ സമയത്ത് എനിക്ക് വരുന്ന സംഗതികളും മറ്റതും മറിച്ചതും, അല്ലാതെ മനഃപൂർവ്വം ഇവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല. ആ സമയത്ത് കിട്ടുന്നത് അങ്ങ് വരികയാണ്. പക്ഷെ സംഗതി അത് വെച്ചാൽ അവിടെ പിന്നെ അത് വരണം. അതെ അതെ അതെ.
അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയാം. ആ. ഇപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനമില്ലേ, ആ എന്ന് വെച്ചാൽ ഒരു ആറ്റത്തെ ഒന്ന് നോക്കണമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ലൈറ്റ് ഇടണം. ലൈറ്റ് ഇട്ടിട്ട് നോക്കാൻ പോകണം. പക്ഷേ ഇലക്ട്രോൺ ഈ ആറ്റത്തെ അവിടെ വെച്ചിട്ട് ലൈറ്റ് ഇടുമ്പോൾ ആറ്റം ഒറ്റച്ചാട്ടമാണ്, ആറ്റം അവിടെ ഇരിക്കില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ. ഞാൻ ചിന്തിച്ച അപ്പം തന്നെ എൻ്റെ കമ്പോസിഷൻ പോയില്ലേ. സോ കമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ആ മൂഡിൽ അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. അത് നിർത്തിയിട്ട് ഇപ്പം ഇവിടെ വരുമ്പോൾ ഞാൻ ഈ സംഗതി കുത്തിക്കയറ്റാം, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് ചാടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പാട്ട് ഇങ്ങോട്ട് പോയി ഈ ചിന്തയിൽ കൂടി അത് നിന്ന് പോകും. ഈ ചിത്രാമ്മയെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ചിത്രാമ്മയെ ആ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് അതെങ്ങനെയാണ് സാർ സംഭവിച്ചത്? അപ്പോൾ നവോദയ പറ്റം പറയുമ്പോൾ ജാനവിയെ എന്നൊക്കെ കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ചിത്ര നന്നായിട്ട് പാടുന്നുണ്ട്, മാത്രമല്ല അന്ന് ചിത്രയെക്കാളും നന്നായിട്ട് പാടിയിരുന്നതാണ് അരുന്ധതി. അവർക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസൊക്കെ അക്കൊല്ലത്തെ യുവജനോത്സവത്തിനൊക്കെ കിട്ടിയ ആളുകളാണ്. മനസ്സിലായി. പക്ഷേ ചിത്ര പാടുമ്പോൾ ആ നീഡിൽ കറക്റ്റായിട്ട് പോയി നിൽക്കും. റെക്കോർഡിങ് മെഷീൻ്റെ നീഡ് താഴെ പാടിയാലും മുകളിൽ പാടിയാലും നീഡിൽ പോയി കറക്റ്റായിട്ട്. പക്ഷേ അരുന്ധതി നല്ല വോയിസ്, നല്ല പാട്ടൊക്കെയാണ്, പക്ഷേ കൂടുതൽ സ്വരത്തിൽ വരുമ്പോൾ ചുമപ്പിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്കൊരു പണിയാം, ചിത്രയെ കൊണ്ട് ട്രൈ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ചിത്രയെ വിളിച്ചു. അപ്പം എൻ്റെ ആസിഡ് ടെസ്റ്റ് ഇതാണ്. മാമാട്ടെ കൊട്ടിയമ്മേ മാമുണ്ണോടി വായു തേൻ കുമിള ചിറകുകളിൽ പാറിവായോ മാമാട്ടി കൊട്ടിയമ്മേ, ഇവിടം വരെ ഒറ്റ ശ്വാസം. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പാടിക്കൊടുത്തു. അവരതുപോലെ തന്നെ കറക്റ്റായിട്ട് പാടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഷീസ് ദ വൺ. അങ്ങനെ ചിത്രയെ അങ്ങ് ഫിക്സ് ചെയ്തു. അല്ല, പാട്ടിനെ പറ്റി പറയുമ്പോഴും ഈ പാട്ടിൻ്റെ പിന്നിലെ കഥകൾ പറയുമ്പോഴും ഒക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ കഥകൾ പറഞ്ഞ പോലെ എത്ര പഴയ ഇടങ്ങളിലേക്കും പഴയ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് സാറ് പോകുന്നതും കൂടി. ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അതൊരു വലിയ സങ്കടമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പാട്ടിലെ എല്ലാം ഓർമ്മകൾ എന്നുള്ള പാട്ട്, എല്ലാം ഓർമ്മകൾ എല്ലാം, അതിൻ്റെ അകത്തെ ഒരാൾ ഇത് ഷെഹന വായിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പീസ് വായിച്ചു. അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് നെക്സ്റ്റ് വീക്ക് മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ് ഉണ്ടായി. ഐ എം ജസ്റ്റ് സേയിങ് ലൈക്ക് ദാറ്റ്. ഈ പാട്ടില്ലേ, ഏതൊരു പാട്ടിൽ മാൻഡലിൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ശ്രീനിവാസല്ല, മാൻഡലിൻ ശ്രീനിവാസല്ല, വേറൊരു റെഗുലർ ഒരു തെലുങ്കനായിരുന്നു. അയാളും അയാളുടെ വൈഫും കൂടി എന്തോ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാളുടെ വൈഫും കൂടി എന്തോ വഴക്കിട്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ച്. അതുപോലെ അതിലും സങ്കടമാണ്. ഫേമസ് കാലിക്കറ്റിലുണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് വയലിനിസ്റ്റ് ഉണ്ട്, മണി എന്ന് പറയും. അദ്ദേഹത്തിന് വെസ്റ്റേൺ വയലിൻ 100% വെസ്റ്റേൺ, അതേസമയം കർണാറ്റിക് വയലിൻ 100%. ഒരേ സമയത്ത് രണ്ടും ഈക്വൽ ബ്യൂട്ടിഫുള്ളായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ്. അദ്ദേഹത്തിന് എന്തു പറ്റി, കൂടുതൽ പൈസ കിട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റാർട്ടഡ് ഹാവിങ് ഡ്രഗ്സ്. ഓക്കെ. എന്തു പറ്റി? ഇപ്പോൾ സാധാരണഗതിയിലൊരു റീറെക്കോർഡിങ്ങിന് ഒരു സീൻ വരുമ്പോൾ എക്സ് എന്ന് വന്ന് 3 മാർക്ക് കിട്ടും. എക്സ് മൂന്നാമത്തെ മാർക്കിൽ നമ്മൾ വായിക്കും. ഓക്കെ. അപ്പോൾ മണി ഇതിൻ്റെ എക്സ്പെർട്ടായിരുന്നു. നോക്കി നിന്നിട്ട് ആ സമയം സുന്ദരമായിട്ട് വായിക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഡ്രഗിൻ്റെ ഇഫക്റ്റ് കൊണ്ട് കുറച്ച് ലേറ്റായി, ഹാഫ് എ സെക്കൻഡ് ലേറ്റായിട്ട്. അപ്പോൾ നമ്മൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായപ്പോൾ ആ എക്സ് വരുന്നതിന് മുമ്പ് ഒന്ന് പയ്യൊന്ന് തട്ടിക്കൊടുക്കും തോളത്ത്. അപ്പോൾ വായിക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതും കൂടി ശരിയാകാതെ അങ്ങനെ വന്നപ്പോൾ ആളുകൾ മണിയെ വിളിക്കാതെയായി. അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് വായിക്കുന്ന മ്യൂസീഷ്യനാണ്. ഒരു ദിവസം ആശാൻ എന്ത് ചെയ്തെന്നറിയാം, നിരാശനായിട്ട് മണ്ണെണ്ണ ഒഴിച്ച് സെൽഫ്
കത്തിച്ചു. അപ്പം ഇങ്ങനെയുള്ള കുറേ ഓർമ്മകൾ മ്യൂസിഷ്യൻ നമ്മൾ റെക്കോർഡ് ചെയ്ത പഴയ ആൾക്കാരും. സാർ അതേപോലെ തന്നെ ഇപ്പോൾ മോഹൻ സിതാര സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതെ, വേറെയും ഒരുപാട് ഇപ്പോൾ നമ്മൾ ലെജൻസ് എന്ന് തന്നെ വിളിക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അവരെയൊക്കെ ഒന്ന് ഓർത്തെടുക്കോ. വേറെ കുളത്തൂപ്പുഴ രവി. ആ അപ്പം ഞാൻ ആദ്യമായിട്ട് 1980 വരുമ്പോൾ കുളത്തൂപ്പുഴ രവി അവിടെ ഈ സ്ട്രഗ്ലിംഗ് ടു ബിക്കം എ മ്യൂസിക് ഡയറക്ടർ, ബട്ട് നോബഡി വാസ് ഗിവിങ് ഹിം എ ചാൻസ്. അപ്പോൾ എൻ്റെ ഒരു പാട്ടിന് മംത്ര, അപ്പോൾ ഞാനൊരു പാട്ട്, ഒരു ഹിന്ദിയിലൊരു പാട്ടാണ് ആദ്യം പഠിച്ചത്. അപ്പോൾ അത് ഒരു ആത്മാ കി ആവാസ് എന്ന് പറഞ്ഞൊരു റെക്കോർഡ് ഉണ്ടാക്കാനായിട്ട് 80 മുമ്പ് ഇവിടെ 78 79 വന്നിട്ടുണ്ട്. അപ്പം മദ്രാസിൽ യേശുദാസിൻ്റെ സ്റ്റുഡിയോയിലാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, മംത്രാഹിമം മംത്രാഹിമം, ഓ പാടുമ്പോൾ മംത്രാഹിമം ഇങ്ങനെ പാടിക്കൊണ്ട് അങ്ങനത്തെ ഒരു കോറസിൽ കുളത്തൂപ്പുഴ രവി കെയിം ടു സിങ് ആസ് എ കോറസ് സിംഗർ. അങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പോൾ രവിക്ക് ആ കാലഘട്ടത്തിൽ എന്ത് കിട്ടിയാലും അയാൾ നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടിയായിരുന്നു. ബിക്കോസ് ഹി ഹാസ് ടു സർവൈവ് ദ. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഹീ ഗോട്ട് ദ ചാൻസ്. തേനും വയമ്പൂ എന്ന് പറയുന്ന സിനിമയ്ക്ക് ചാൻസ് കിട്ടി. അതോടുകൂടി രവി അങ്ങ് മ്യൂസിക് ഡയറക്ടറായി. രവീന്ദ്രനായി. അതെ. സോ എന്താണല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് കഥകൾ. സാർ ഇനിയിപ്പോൾ ഒരു ആരാധകന്റെ സൈഡിൽ നിന്നുള്ളൊരു, ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇതുവരെയും, സാറിന്റെ പേരിലൊരു ഓണപ്പാട്ട് കാസറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ പൂവട്ടക തട്ടിച്ചിന്നി നമ്മൾ എപ്പോഴും പറയും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അത്തപ്പൂന്നുള്ളി നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പൊ ആർദ്ര ഗീതങ്ങൾ, ഗാനോത്സവം ഒക്കെ ഇറങ്ങി അത് ഒരുപാട് കാസറ്റ്സ് വിറ്റുപോയിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ സാറിന്റെ പേരിൽ ഒരു, ഞാൻ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ഇപ്പൊ എൻ്റെ ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെയാണ് ഞാൻ കൂടുതലും നോക്കിയിട്ടുള്ളത് സാറിന്റെ ഓണപ്പാട്ടുകൾ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ശരിക്കും ഓണപ്പാട്ടെന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ് എനിക്കില്ല, പക്ഷേ ഗാനോത്സവം കംപ്ലീറ്റ് ഓണപ്പാട്ടാണ്. ആ പക്ഷെ ഈ പറഞ്ഞ പോലെ ഓണത്തിന്റെ പാട്ടുകൾ ഉണ്ട് അതിനകത്തെങ്കിലും ഓണപ്പാട്ടെന്ന് പറഞ്ഞാൽ അന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, ഓണപ്പാട്ടുകൾ ഇറങ്ങും എല്ലാ ഓണത്തിനും. ഒരു കുറേ കമ്പനികൾ എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഓണപ്പാട്ടൊന്നും പറഞ്ഞ് ചെയ്യിച്ചില്ല. പക്ഷെ അതിന് പകരം ഗാനോത്സവം എന്നും പറഞ്ഞ് എനിക്ക് ആ ഒരു ജോലി തന്നു ആര്, യേശുദാസ്. അത് സംഭവിച്ചെങ്ങനെയാണ്, നമ്മുടെ ആ ഫേമസ് മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ യേശുദാസിൻ്റെ സ്റ്റുഡിയോയിലുണ്ടായിരുന്ന ആലപ്പുഴ ആലപ്പി രംഗനാഥ്. ഈ വാസ് ഭയങ്കര ഗിഫ്റ്റഡ് മാൻ ആയിരുന്നു. ഒരു സർവകലാവല്ലഭനായിരുന്നു. ഹി കുഡ് ഡാൻസ്, ഹി കുഡ് പ്ലേ ദ മൃദംഗം, ഹി കുഡ് റൈറ്റ് പോയിട്രി, ഹി കുഡ് സിംഗ് വെൽ, ഹി കുഡ് put background me, he could do everything. He was a tremendously talented man. ആലപ്പുഴ രംഗനാഥ്. ആലപ്പി രംഗനാഥ്. അപ്പോൾ ആലപ്പി രംഗന് യേശുദാസ് ONV കുറിപ്പ് എഴുതിയ കുറേ പാട്ടുകൾ കൊടുത്തു. ഓക്കെ. ആലപ്പി അത് വായിച്ചിട്ട് പറഞ്ഞു, ഒക്കെ പഴഞ്ചൻ എന്ന് വേണ്ട, മാറ്റി വെച്ചു. അതെടുത്ത് എനിക്ക് തന്നു. അങ്ങനെയാണ് ഞാൻ ആ പാട്ടുകൾ ഉണ്ടാക്കാൻ ചാൻസ് ആയത്. പൊന്നോണം വന്നു പൂമ്പട്ട് വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ, അതുപോലെ എൻ്റെ അത് ഇങ്ങനെയുണ്ട്. ഇല്ലം നിറവല്ലം നിറയില്ലം വല്ലം ഇല്ലം നിറവെല്ലം ഇല്ലം പുത്തില്ലം പൂവല്ലം നിറ 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 നിറയോ നിറയോ നിറ 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 നിറയോ. അങ്ങനെ പല ഓണപ്പാട്ടുകളും അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അത് ഓണപ്പാട്ടെന്ന് പറഞ്ഞ കാറ്റലോഗിലല്ല, എൻ്റെ പേര് ഇറങ്ങിയിട്ടില്ല. മനസ്സിലായി. ഗാനോത്സവം, വർത്ത് ലിസ്ണിംഗ്, ഒരുപാട് പാട്ടുകൾ അതിൻ്റെ അകത്തുണ്ട്. സാർ ഞാൻ തിരിച്ച് നമ്മളെ ഈ നൗഷാദ് സാറിൻ്റെ കൂടെ വന്നൊരു കാലം ഒന്ന് ടച്ച് ചെയ്ത് പോകണം എന്ന് എനിക്ക് തോന്നുന്നു. നല്ല കാര്യം. അതൊന്ന് പറയാം, എങ്ങനെയാണ് സാർ നൗഷാദ് സാർ? ഞാൻ സെമിനറിയിലായിരുന്നു, അച്ഛനാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ അച്ഛനാകണ്ട, എനിക്ക് മ്യൂസിക്കിലേക്ക് പോകണമെന്നും പറഞ്ഞ് സെമിനറി വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഈ അച്ഛന്മാരെന്നെ ബോംബെയിലേക്ക് കൊണ്ടുപോയി. അവരെന്നെ വെറുതെ വിട്ടില്ല. അവർ റെസ്പോൺസിബിൾ മനുഷ്യരായതുകൊണ്ട് എന്നെ അവർ ബോംബെയിലേക്ക് അയച്ചു. എനിക്ക് കുറച്ച് പൈസയൊക്കെ തന്നു. എന്നിട്ട് അവിടെയുള്ള വേറൊരു അച്ഛനോട് പറഞ്ഞു, ഇയാൾക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ബോംബെയിൽ താമസമായി. ബാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. അപ്പോൾ ബാന്ദ്രയുടെ ഒരു സ്ഥലം സൈഡ് മുഴുവൻ സീ ആണ്, കടലാണ്. അപ്പോൾ ഒരു മോർണിംഗിൽ ഞാനിങ്ങനെ കടലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കടലിൻ്റെ
സൈഡിൽ നിറച്ചും വെള്ളവും അങ്ങനെ എന്താണ് കരിങ്കല്ലും അത് ഇതൊക്കെ. വലത് വയസ്സ് വലിയ 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 വീടുകളാണ്, വലിയ വലിയ റിച്ച് മാൻ. പിന്നെ ദിലീപ് കുമാറിൻ്റെ വീട്, അത് ദിലീപല്ല, രാജേന്ദ്രകുമാറിൻ്റെ വീട്, പിന്നെ ഹരീന്ദ്രനാഥ് ചട്ടോപാധ്യായയുടെ വീട്, അങ്ങനെ തലയെടുപ്പുള്ള സിനിമക്കാരുടെയൊക്കെ വീടുകൾ അങ്ങനെ നിരന്നിരുന്ന് കിടക്കുകയാണ്. ഇങ്ങനെ നടന്നു പോയി ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു വീടിൻ്റെ ഗേറ്റിൽ ഒരു ഇടത്ത് വശത്ത് എഴുതിയിരിക്കുന്നു നൗഷാദ്, വലത് വശത്ത് എഴുതിയിരിക്കുന്നു ആഷിയാന. ഞാൻ വിചാരിച്ചു ഏത് നൗഷാദാണാവോ? ഞാൻ ചെറുപ്പം മുതൽ ഞാൻ നൗഷാദിൻ്റെ പാട്ടുകൾ കണ്ടമാനം പാടിയിട്ടുള്ള ആളാണ് ചെറുപ്പത്തിൽ. നോക്കിയപ്പോൾ അവിടെ ഗൂർഖയില്ല, നമുക്കകത്ത് കയറണമല്ലോ. നോക്കിയപ്പോൾ പട്ടിയുമില്ല, പേടിക്കണ്ട. ഞാൻ ഗേറ്റ് തുറന്ന് അകത്ത് കയറി മണി അടിച്ചപ്പോൾ ഉണ്ടടാ മുകളിൽ ഈ 4 പീസുള്ളൊരു ഡോറായിരുന്നു. മുകളിലുള്ള 2 പാളി തുറന്നിട്ട് ഒരാൾ താഴെ കോൺ ഹോ എന്ന് ചോദിച്ചു. എനിക്ക് ഞാൻ മുകളിലേക്ക് നോക്കി ആളെ മനസ്സിലായി. മുഖത്ത് വസൂരി കുത്തുണ്ട്, നൗഷാദ് സാബാണ്. ഞാൻ പറഞ്ഞു സർ ഐ എം ജെറി ഫ്രം കേരള. വാട്ട് ഫ്രം കേരള? കോൺ कैसा? सर आई एम योर फैन. अरे यार കേരള में कौन हिंदी गाना गाता है कौन? ഇല്ല സർ, ഞാൻ ചെറുപ്പം മുതൽ താങ്കളുടെ പാട്ട് ഒരുപാട് വന്നു. അദ്ദേഹത്തിന് സംശയം ഞാൻ പച്ച നുണയാണ് പറഞ്ഞത്. അച്ഛാ 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 അന്തറാവോ. എന്നെ വീട്ടിൽ വിളിച്ച് കയറ്റിയിരുത്തി ഒരു ചായയൊക്കെ തന്നു. അച്ഛാ സുനാവോ കോൺ സാ ഗാന, മേരാ കോൺ സാ ഗാന യാദ് ഹൈ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അഖിയ മിലാ കെ ജിയ ഭർമാ കെ ചലെ നഹി ജാന ഓ. अच्छा you know this one. दूसरा तू मेरा चांद मैं तेरी चांदनी. അങ്ങനെ കുറേ പാട്ട് എന്നെ കൊണ്ട് പാടുന്നു. പക്ഷേ തുമക്കോ ഉറുദു കിസ്നെ സിഖായ? ഉറുദു ആരെ പഠിപ്പിച്ചു? നമ്മൾ ആരും പഠിപ്പിച്ചില്ല. ഞങ്ങൾ ചുമ്മാ പാട്ടുകാരെ അങ്ങനെ എന്നെ കോപ്പി അടിക്കുന്നു. അച്ഛാ 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 ठीक है क्या चाहिए? എന്നാൽ എനിക്ക് എന്ത് വേണോ? ഞാൻ പറഞ്ഞു സർ ഐ ആം സിംഗിങ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. ഐ എം എ സിംഗർ. ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ പ്ലേ ബാക്ക് സിംഗർ. അപ്പോൾ അദ്ദേഹം അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണിലിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു റഫീ സാബ് ഉള്ള കാലത്തോളം അത് നടക്കില്ല. And I immediately said, then I do another thing. ഞാൻ ചിലപ്പോൾ ഒരു പാട്ടെടുത്തിട്ട് അത് മറിച്ചിടുമെന്ന് പറഞ്ഞു. വാട്ട് യു മീൻ? അങ്ങനെ മറിച്ചിടുന്നത് എങ്ങനെയാണ്? ഉദാഹരണത്തിന് ഐ സെഡ് സാറിൻ്റെ പാട്ടില്ലേ दुनिया में हम आए हैं तो जीना ही पड़ेगा, जीवन है अगर जहर पीना ही पड़ेगा. ये पाटिले हाँ इसको क्या करते हैं? यहाँ बोलते दुनिया में हम आए हैं तो जीना ही पड़े. अरे यार कैसे करते हो इतना जल्दी? यहाँ पर सर लिरिक्स किटिया वीकेंड. हाँ आई नो बहुत अच्छा ठीक है चलो ये मेरा फ़ोन नंबर है. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ നമ്പർ കിട്ടി. ഞാൻ വിചാരിച്ചിങ്ങനെ ഉപദ്രവിക്കരുതല്ല, അധികം മാസത്തിലൊരിക്കൽ വിളിക്കും. ആദ്യത്തെ മാസം വിളിച്ചു, ഒരു മാസം കഴിഞ്ഞപ്പോൾ വിളിച്ചു. അപ്പോഴുണ്ടടാ ഞാൻ ഫോണിൽ നൗഷാദ് സാബ് ഘർ മേ ഹൈ കി നഹി. അപ്പോൾ ഇത്തിരിക്കില്ലാത്തൊരു കൊച്ചു പെണ്ണു അബ്ബു ഘർ മേ നഹി ഹൈ. ടക്ക് ഒരു മാസം പോയി. ഇങ്ങനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നൗഷാദ് സാബിന് 10 മക്കളുണ്ട്. അവരൊക്കെ വീട്ടിലിരിക്കുക, ഫോൺ വരുമ്പോൾ ഏതെങ്കിലും ഒരു കോൾ എടുക്കും. അങ്ങനെ ഒരു 10 മാസം കഴിഞ്ഞ് 11ാമത്തെ മാസം നൗഷാദ് സാബ് എന്നെ കിട്ടി ഭാഗ്യത്തിന്. ഞാൻ പറഞ്ഞു സർ ഐ ആം സോ യു ആർ സ്റ്റിൽ ഹിയർ? യെസ് സർ നൗ ലൈഫ് ഹാസ് ബിക്കം വെരി ഇമ്പോസിബിൾ. ഐ എം ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ ആണ്. അൺലെസ് ഇറ്റ് ഇസ് മ്യൂസിക് ഐ കനോട്ട് സർവൈവ്. अच्छा अच्छा ठीक है चलो कल आ जाओ. നാളെ 8 മണിക്ക് എൻ്റെ വീട്ടിൽ. അങ്ങനെ ചെല്ലും. എനിക്കൊരു ടെസ്റ്റൊക്കെ തന്നു അദ്ദേഹം. എനിക്ക് ഇനി എല്ലാ ദിവസവും കാലത്ത് 8 മണിക്ക് ഇവിടെ വന്നോളൂ, എന്നിട്ട് ഞാൻ പറയുമ്പോൾ വീട്ടിൽ പോയാൽ മതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം എന്നെ സ്വീകരിച്ചു.
അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ പോകുന്നത് തോന്നല്ലോ, വിദേശത്തേക്ക് പോകുന്നത്. അത് യുഎസിലേക്ക് പോകുന്നു. നൗഷാദ് സാഹിബിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നൗഷാദ് സാഹിബിനെ അസിസ്റ്റ് ചെയ്യുന്നവർ ഗോവാക്കാരാണ്. ഈ ഓർക്കസ്ട്ര കൈകാര്യം ചെയ്യുന്നത് ഗോവാക്കാരാണ്. നൗഷാദ് സാഹിബ് ഈ ട്യൂൺ ഉണ്ടാക്കും, ലിറിക്സിനോട് കൂടിയുള്ള കാര്യം. ഇടയ്ക്ക് മുറിക്ക് ഒരു ഫ്ലൂട്ട് ബീറ്റോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ബാക്കിയെല്ലാം ചെയ്യുന്നത് ഗോവാക്കാരാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗോവാക്കാർക്ക് ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റി വലിയ വിവരമില്ല. അതുകൊണ്ട് പലപ്പോഴും ചില തെറ്റുകളൊക്കെ അവർ വരുത്തും. രാഗത്തിലില്ലാത്ത സ്വരങ്ങളൊക്കെ അവർ കോഡിൽ കൂടിയിടും. അപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണ്. ഞാൻ ശരിക്കും വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാതെ ഇങ്ങനെ ഹാഫ് കുക്ക്ഡ് ആയിട്ട് കാര്യമില്ല, ശരിക്കും പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നൗഷാദ് സാഹിബിനോട് ഗുഡ് ബൈ പറഞ്ഞ് പിരിഞ്ഞു. എൻ്റെ ചേട്ടൻ അമേരിക്കയിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഒരു സ്കോളർഷിപ്പ് കിട്ടി, അവിടെ പഠിച്ചു. പിന്നെ കോർണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്കൊരു സ്കോളർഷിപ്പ് ബാച്ചിലർ ഓഫ് മ്യൂസിക് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. അവിടെ പോയി ഞാൻ ഇത് കറക്റ്റായിട്ട് പഠിച്ചു 5 കൊല്ലം. നമ്മളെ വീണ്ടും തിരിച്ച് സാറിൻ്റെ പാട്ടുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലേ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ആൽബം അല്ലെങ്കിൽ ഒരു CD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ നോർത്താണ്. അതിൻ്റെ ഒരു ഇപ്പം എന്താ പറയുക, ഇപ്പോൾ എൻജിനീയറിംഗ് സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാതിരിക്കണം, അതിൻ്റെ ഒരു സൗണ്ടിങ്, ആ CD നമ്മളുടെ വീട്ടിൽ സ്പീക്കേഴ്സിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു സൗണ്ടിങ് ഉണ്ട് അതിന്. ഇപ്പോൾ സൗണ്ട് സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാറ് പണ്ട് പോലെ നമുക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു എൻജിനീയറിംഗ് സൈഡും ഭയങ്കര വരുന്നു, വിപ്ലവകരമായിട്ടുള്ളൊരു. പക്ഷെ ഞാൻ അതിൻ്റെ അകത്തൊന്നും പങ്കാളിയല്ല. ഞാനിത് ചെയ്തു കൊടുത്തു എന്നല്ലാതെ അതിൻ്റെ കഴിവ് മുഴുവൻ ചെയ്തിരിക്കുന്ന ആ സ്റ്റുഡിയോക്കാരൊക്കെയാണ്. അപ്പോൾ ഇപ്പം എന്താ പറയുക, അതിൻ്റെ അകത്ത് ഇപ്പോൾ പൊന്നമ്പളി പൊട്ടും തൊട്ടും എൻ്റെ ഭയങ്കര പേഴ്സണൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. പിന്നെ അതേപോലെ തന്നെ മേലെ മേലെ മാനമാണ് നമ്മൾ ഒരു ജനറേഷൻ മുഴുവൻ ഉറക്കത്തിലേക്ക് അമ്മമാർ തള്ളി വിട്ടുകൊണ്ടിരുന്ന വെച്ചത് മേലെ മേലെ മാനം പാടിയും അത് CDs പ്ലേ ചെയ്തിട്ടൊക്കെയാണ്. പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഈ പാട്ടുകളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കേ അതിൻ്റെ ഒരു പഴയൊരു കണക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് അത്തപ്പൂന്നുള്ളി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അത്തപ്പൂന്നുള്ളി പാട്ടിന്റെ ഇന്റർലൂഡിന്റെ അകത്ത് ഒരു ചെറിയൊരു ശകലം പൊന്നും മിന്നാ മിന്നി കിടക്കുന്നുണ്ട്. ഉണ്ടായിരിക്കാം. രണ്ടിന്റെ പോക്ക് ഒരുപോലെയാണ്. അത്തപ്പൂന്നുള്ളി പൊന്നും മിന്ന മിന്നി 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 പൊന്നും മുത്ത തെന്നി 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 തെത്താനം തത്തി തത്തി കെന്നാനും നന്നി നന്നി നല്ലാന തല്ലി പള്ളി പമ്മി പമ്മി പമ്മി. അത് രണ്ടും ഒരേ മൂവ്മെന്റ് ആണ്. അതെ. അപ്പൊ ഇങ്ങനെ അത്തപ്പൂന്നുള്ളിനെ പാടി വന്നിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പോലെ പൊന്നും മിന്ന മിന്നിയുടെ ചെറിയ, അപ്പൊ നമ്മള് ഇപ്പൊ കേൾക്കുമ്പോഴത്തേക്കും പണ്ടേ സാർ ആ മെലഡി അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പോ അത് പ്ലാൻഡ് അല്ല. അല്ല ഇറ്റ് ഹാപ്പൻസ്. അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഉള്ള, അതായത് പണ്ടത്തെ പാട്ടുകൾ അങ്ങനെ ഈ ഇന്റർലൂഡിൽ നിന്നുള്ള എടുക്കാറില്ല, അറിയാതെ വന്നു പോകുന്നതാണ്, മനഃപൂർവ്വമല്ല. ഈ മേലെ മേലെ മാനം എന്നുള്ള പാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സൗണ്ട് എങ്ങനെയായിരിക്കണം എന്നാണ് സാറിന്റെ മനസ്സിലുണ്ടായ ഒരു ധാരണ? അവരെന്നോട് പറഞ്ഞത് ഒരു താരാട്ട് പാട്ടാണ്. അപ്പോൾ ഒരു കൊച്ചിനെ ഉറക്കുന്ന പ്രതീതി വേണം, അതേസമയം വേറെ ആംഗിൾസൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ആളുടെ റിലേഷൻഷിപ്പ് വിത്ത് മറ്റേ ഗേളുണ്ടല്ലോ അതിൻ്റെ അകത്തൊരു. അപ്പോൾ മേലെ മേലെ വേണം പ്യുവർലി ഒരു സൂതിങ് സോങ് എന്നുള്ളൊരു കോൺസെപ്റ്റേ ഉള്ളൂ. അത്ര ഭയങ്കര താരാട്ടമല്ല, പക്ഷേ ആ ലിറിക്സ് വന്നപ്പോൾ അത് താരാട്ടായിട്ട് പോയി എന്ന് ഞാൻ ഗിരീഷേട്ടൻ്റെ ഒരു സൂതിങ് ട്യൂണാണ്. താനേ നാനേ നാന താനേ നാന താനേ നാനോ തനനാനോ തനനീ നാനോ എന്നേ ഞാനുണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി വന്നിട്ട് മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാതോ ആരാരോ നിറദീപം ചാർത്തും തിരിച്ച് കുഞ്ഞായിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവും അത് കേൾക്കുമ്പോൾ. ഇങ്ങനെ ഒരു ഒഴുക്ക് പാട്ടാണ് അത്. പുത്തഞ്ചേരിയുടെ കോൺസെപ്റ്റ്സ് എല്ലാം മനോഹരമായിട്ട്. അതെ സാർ, ഇപ്പോൾ എഴുത്തുകാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ
സംസാരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് മുല്ലനേഴി മാഷിനെ കുറിച്ച് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. Oh, yes. കാരണം സാർ എപ്പോഴും പറയാറുണ്ട്, Yeah. സാറിന്റെ ഇതിന് മുന്നേ ഉള്ള സംസാരങ്ങൾ കേൾക്കുമ്പോഴാണെങ്കിലും സാർ ഇപ്പോൾ സിംഗ് ഇന്ത്യയുടെ പെർഫോമൻസുകളിലാണെങ്കിൽ പോലും സാർ പറയാറുണ്ട്, Yes. എൻ്റെ കൂടെയുള്ള എഴുത്തുകാർ ഇപ്പൊ കൈതപ്രം മാഷിനെ പറ്റി പറയും, അതേപോലെ ഇപ്പൊ ഗിരീഷേട്ടന്റെ കാര്യം പറയും, എന്ന് പറയുന്ന പോലെ മുല്ലനേഴി മാഷിനെ പറ്റിയും ഭയങ്കര കാര്യമായിട്ട് അത് Yeah. ഈ പറഞ്ഞ പോലെ പവിഴമല്ലി Ah. എന്നുള്ള പാട്ടാണെങ്കിലും Yeah. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പാട്ട് കണ്ണിന് പൊൻകണി. Yes. അതായത് എന്നോട് സത്യനന്ദിക്കാടാണല്ലോ എൻ്റെ ആള്. ഈ സത്യനന്ദിക്കാട് തന്നെ നല്ലൊരു റിസിസ്റ്റാണ്. അപ്പോൾ അധ്യായം 1 മുതൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട്. അപ്പോൾ സത്യൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടതൊരു മോഡേൺ ബീറ്റിലൊരു ട്യൂൺ വേണം, എന്നിട്ട് പാട്ട് എഴുതിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ ഒരു അമേരിക്കൻ റോക്ക് ബീറ്റ് ജും പപ്പം പപ്പം പജം ചെങ് ജും കജും 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 പച്ചക്ക ജും പച്ചക്ക ചക്കട്ട തക്ക ജും പച്ചക്ക, ഇങ്ങനെ ഒരു ബീറ്റ് എടുത്തിട്ട് ഒരു ട്യൂൺ അങ്ങനെ ഉണ്ടാക്കി. അതുമായിട്ട് ഞാൻ ചെല്ലുന്നു. എവിടെയാണ് നമ്മുടെ പത്മ തിയേറ്ററിൻ്റെ പുറകിൽ ഒരു ചായക്കിടയിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ആരെ? സത്യനന്ദിക്കാർ. അത് കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞ് ഇപ്പോൾ പാട്ട് എഴുതുന്ന ആൾ വരും. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഉണ്ടടാ ഒരാൾ വരുന്നു. ഒരു കഷണ്ടി തല, 50-55 വയസ്സുണ്ട്, മുഷിഞ്ഞ ഉടുപ്പാണ്, തോളത്തൊരു ബാഗ്, അത് മുഷിഞ്ഞിരിക്കുന്നു. ആകപ്പാടെ ഒരു സുഖമില്ല കണ്ടിട്ടേ, നമുക്കൊരു എടുപ്പ് തോന്നുന്നുണ്ട്. പാട്ട് എഴുതാൻ വരുന്ന ആളാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ട്യൂണിനോട് ഇയാളെന്ത് ചെയ്യും, ഇന്നോ ഒരു കണക്ഷനില്ല, വെസ്റ്റേൺ മ്യൂസിക് കണ്ടിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത ആളാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജം, അപ്പോൾ ഞാൻ പറഞ്ഞു ജം പച്ചും പച്ചും ചിങ് ചിങ്. ഞാനിങ്ങനെ ട്യൂൺ പാടി തക്കിട്ട തത്ത തീത തീത താടൂടു തക്കിട്ട തത്ത തീത തീതി 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 ടാട്ടോ അങ്ങനെ പാടി. ഒരിക്കൽ കൂടി പാടാമോ? ഓ യെസ്, ഒരിക്കൽ കൂടി പാടി. നന്നായി എഴുതിക്കോളൂ. ഞാനിരുന്ന് മരവിച്ചു പോയി. ഇപ്പം ദിസ്ചാപ്പിനെ കണ്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം അയാളിൽ നിന്ന് ഇത്രയും മോഡേൺ ആയിട്ടുള്ളൊരു വൃത്തത്തിൽ ഇങ്ങനെ ഒരു ആൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഈസ് ഒരു സ്കൂൾ ടീച്ചറാണ് ഇവിടെ തൃശ്ശൂർ ഏതോ ഒരു തല്ലിപ്പള്ളി സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറാണെന്ന് എന്നോട് പറഞ്ഞു. ഇദ്ദേഹം ഒരു മഹാകവിയാണെന്നുള്ള കാര്യം ആരും എന്നോട് പറഞ്ഞില്ല. സോ ഇദ്ദേഹത്തിന് ഇതൊരു പുല്ലാണ് സാർ. നമ്മളിപ്പോൾ എന്തിട്ട് വൃത്തം കൊടുത്താലും അതിനനുസരിച്ച് മനോഹരമായിട്ട് എഴുതും. സോ പവിടമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം. ബം ബബം 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 ബം. മുല്ലനേഴി അത്ഭുത ജീവി അദ്ദേഹം. സത്യം. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ പാട്ടും അത് തന്നെ. കണ്ണിന് പൊൻകനി കാതിന് തേൻകനി എന്നാലും ഇന്നെൻ്റെ വിഷപ്പൂവേ, കണ്ണിന് പൊൻകനി പൊൻകനി ചാരട്ട 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 കണ്ണിന് പൊൻകനി കാതിന് തേൻകനി എന്നാലും ഇന്നെൻ്റെ വിഷപ്പൂവേ, കണ്ണിന് പൊൻകനി പൊൻകനി. റൈറ്ററിന്റെ ബ്രില്യൻസ്, അതായത് എല്ലാം ഓക്കെയാണ്, പക്ഷെ നീ എന്റെ വിശപ്പുവാണെന്ന് പറയാൻ കാണിക്കുന്ന റൈറ്ററിന്റെ തല ഭയങ്കര. അതായത് പദ്യം അതിൻ്റെ അകത്ത് സാഹിത്യമുണ്ട്, അതിൻ്റെ അകത്ത് വൃത്തം കറക്റ്റാണ്, ഇമേജസ് കംപ്ലീറ്റ് ആണ്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പവിഴമല്ലി പൂത്തുലഞ്ഞ് കിടക്കാനാണ് നീലവാനം. അൺബിലീവബിൾ ഇമേജറി. സത്യം. ഇത് സെറ്റ്. മുല്ലനേഴി എന്നൊക്കെ പറഞ്ഞാൽ മഹാന്മാരാണ്, മഹാകവികളാണ്. സാർ ഇപ്പം മുന്നിൽ ഇങ്ങനെ സാർ ഇങ്ങനെ വായിച്ച് പാടുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര പ്രിവിലേജ് ആണ്. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്തോ ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്ന് പാടി കേൾക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമൽദേവ് സാറ് പെർഫോം ചെയ്യുന്ന കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ആയിരങ്ങൾ ഓടിയെത്തുന്നൊരു വേദിയാണ്. ഞങ്ങൾ
ഞങ്ങൾ അതൊരു ആവേശമാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മനോജ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ലാസ്റ്റ് പെർഫോമൻസ് നടക്കുന്ന സമയത്ത് ടിക്കറ്റ്സ് ലൈവായ ആ നിമിഷം മനോജ് എന്നെ വിളിക്കണം. ഞാൻ വേറൊരു വർക്കിലായിരുന്നു, വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണ് സാറിൻ്റെ, ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഞാൻ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് ലോക്ക് ചെയ്തു. അപ്പം എന്ന് പറഞ്ഞ പോലെ ആയിരങ്ങളുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. സിംഗ് ഇന്ത്യ വിത്ത് ജെറി അമൽ ദേവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് എത്ര നാളായി അത്, ഒരുപാട് പേര് ആഗ്രഹം ഉണ്ട് അതിൻ്റെ അകത്തുനിന്ന് അറിയാം. സിംഗ് ഇന്ത്യ എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ്, സിംഗ് ഇന്ത്യ, ഇന്ത്യയോട് ഞാൻ പറയാണ് പാടൂ, അതാണ് എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ 1980കളിൽ ഒരു ചെറിയ ഒരു ട്രസ്റ്റ് പോലെ ഉണ്ടാക്കിയതാണ് സിംഗ് ഇന്ത്യ. പക്ഷേ അതങ്ങനെ ഒരു ജീവനില്ലാതെ അവിടെ കിടക്കുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത്, അതായത് ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ 2000 ഇപ്പോൾ സിംഗ് ഇന്ത്യയുടെ 14ാമത്തെ വർഷം കഴിഞ്ഞു. അപ്പോൾ അന്ന് ഈ ഗ്രൂപ്പിനെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ആദ്യമായിട്ട് അറിയേണ്ടത് സിംഗ് ഇന്ത്യ ഈസ് നോട്ട് എ ക്വയർ. ക്വയർ എന്ന് വെച്ചാൽ പള്ളി പാടുന്ന ഗ്രൂപ്പാണ്. പറയേണ്ടത് സിംഗ് ഇന്ത്യ ഈസ് എ കോറസ്, അല്ലെങ്കിൽ എ കോറൽ ഗ്രൂപ്പ്. CHORAL, CORAL അല്ല, കോറൽ. കോറൽ എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ള പഴം, അതൊന്നും അല്ല. കോറൽ, CHORAL, കോറൽ ഗ്രൂപ്പ്. കോറസായിട്ട് ഗ്രൂപ്പായിട്ട് പാടുന്ന ഒരു സംഭവം. ഈ കോൺസെപ്റ്റ് കംസ് ഫ്രം ഗ്രീസ്. ഗ്രീസിൽ ആദ്യകാലത്ത് ഒരു കഥ പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്റ്റേജിൽ നിൽക്കും. എന്നിട്ട് അവർ കഥ മുന്നോട്ട്, എല്ലാം അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഉദാഹരണത്തിന് എല്ലായിടത്തെ കഥാനായകൻ പോയി മഹാമേരു എടുത്തുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ കാണിക്കാൻ പറ്റില്ല. അതൊക്കെ ഇവർ ഒരുതരം ഗ്രൂപ്പ് സംസാരത്തിൽ കൂടെ പറയും. ആദ്യം ഒരു പറച്ചിലുകാരായിരുന്നു ആര്, കോറസ്. പിന്നീട് അവരെ കൊണ്ട് പാടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കോറസ് വന്നത്, നമ്മുടെ ശൈലിയിൽ പറഞ്ഞാൽ കോറസ്. അപ്പോൾ സിംഗ് ഇന്ത്യ ഈസ് എ കോറസ് ഗ്രൂപ്പാണ്, എ കോറൽ ഗ്രൂപ്പ്. ഞാൻ വിചാരിച്ചു ഇവിടെ സോളോ പാടാൻ ഒരുപാട് സാധ്യതകളും ആളുകളുണ്ട്. പക്ഷേ ഗ്രൂപ്പായിട്ട് പാടുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഗ്രൂപ്പായിട്ട് പാടുന്നത് അമ്പലങ്ങളിൽ ഇവിടെ ഭജനുണ്ട്. അവിടെ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഗ്രൂപ്പിന് ആ താളം പിടിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കോളും. പക്ഷേ ഒരു ടൈപ്പ് പാട്ടേ എൻ്റെ അകത്തുള്ളൂ, അല്ല ഭജന ടൈപ്പ് പാട്ടുകൾ. അപ്പോൾ നമുക്കൊരു വെറൈറ്റി കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്രൂപ്പിനെ നിശ്ചയിക്കുന്നു. അവരെ കൊണ്ട് പലതരത്തിലുള്ള പാട്ടുകൾ പാടിക്കുന്നു. അത് ഭജനയുണ്ട്, അതിൽ വെസ്റ്റേൺ മ്യൂസിക്കുണ്ട്, ഈ ലാറ്റിൻ മ്യൂസിക്കുണ്ട്, ഗ്രീക്ക് മ്യൂസിക്കുണ്ട്, പഞ്ചാബി പാട്ടുകൾ പാടും. ഞങ്ങൾ നെയിം ഇറ്റ്, ഞങ്ങളെല്ലാം പലതരം 150ഓളം പാട്ടുകൾ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങൾ പാടാം. അപ്പോൾ സിംഗ് ഇന്ത്യ ഈസ് എ വെരി ഫൈൻ ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് പിന്നെ സിംഗ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോയിൻ്റ് ഇതാണ്, ഇത് ഞങ്ങൾ വന്ന് പാട്ട് പഠിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അത് സ്റ്റേജിൽ പോയി പാടാൻ അല്ല. വരുന്നവർ അവരുടെ സിംഗിങ് കപ്പാസിറ്റിയെ കൂടുതൽ മനോഹരവും കൂടുതൽ ശക്തിയുള്ളതുമാക്കാനായിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ആരെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പോയി പാടുന്നേ ഉള്ളൂ. മെയിൻ തിങ് ഈസ് ഇംപ്രൂവിങ് നിങ്ങളുടെ സ്വന്തം പാടാനുള്ള കഴിവിനെ കൂടുതൽ മെച്ചമാക്കുക എന്നുള്ള ഒരൊറ്റ എയിമാണ് ഈ ഗ്രൂപ്പിനുള്ളത്. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ് ഫോർ ദ ലാസ്റ്റ് 14 years. എല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 തൊട്ട് 6 വരെ നോൺ സ്റ്റോപ്പ് സിംഗിങ് ആണ്. യു ക്യാൻ കം. നിങ്ങളൊരു 4:30 മണിക്ക് വന്നാൽ ഞങ്ങൾ ഇത്തിരി ചായ തരും. അത് കഴിഞ്ഞ് ഞങ്ങൾ പാടും. നോൺ സ്റ്റോപ്പ് പാട്ടാണ്, 5 തൊട്ട് 6 വരെ. അവിടെ വന്നിരുന്ന പാട്ട് കേൾക്കും, എല്ലാ പാട്ടും. സിംഗ് ഇന്ത്യ. അടിപൊളി സാർ. ഇനിയിപ്പോൾ നമ്മൾ അവസാനത്തേക്ക് നമ്മളിനി പോകുമ്പോഴത്തേക്ക് സാറിൻ്റെ റെക്കോർഡിങ്ങിലുണ്ടായ മറക്കാൻ ആവാത്ത അനുഭവങ്ങൾ വരണമുണ്ട് സാർ. എങ്ങനെ അനുഭവം മറക്കും? അത് മിഴിയോരം എന്നുള്ള പാട്ട് AVM C തിയേറ്റർ, AVMത്തിൽ A തിയേറ്റർ, B തിയേറ്റർ, C തിയേറ്റർ, D തിയേറ്റർ, E തിയേറ്റർ, F തിയേറ്റർ, സോ മെനി തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ AVM സാധാരണ ഇപ്പം മഞ്ഞിൽ വീഴുന്ന പൂക്കളുടെ പാട്ടുകളെല്ലാം തന്നെ എടുത്തത് AVM C തിയേറ്ററിലാണ്. അവിടെ വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് റെക്കോർഡ് ചെയ്യും. അപ്പം ഞങ്ങൾ മിഴിയോരം എന്നുള്ള ബിഗ് ഓർക്കസ്ട്ര, 40 പേരുള്ള ഓർക്കസ്ട്രയും വെച്ചിട്ടുണ്ട്. യേശുദാസിനെ പാട്ട് പാടിച്ച് ഓരോ ടേക്ക് എടുക്കുകയാണ്. ആദ്യത്തെ ടേക്കിൽ യേശുദാസ് പല്ലവി ചൂട് പിടിച്ചിങ്ങ് വന്നില്ല. പക്ഷേ അതിൻ്റെ ഒന്നാമത്തെ ചരണം വന്നപ്പോൾ
ഏതോ വസന്തവനിയിൽ വന്ന ഭാഷ നന്നായിട്ട് പാടി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ടേക്ക് നമ്പർ 2 എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ടേക്ക് അപ്പോൾ തുടക്കം മുതൽ തന്നെ മിഴിയോരം നല്ല ഫീലിങ്ങോടുകൂടി യേശുദാസ് പാടി. പക്ഷേ സെക്കൻഡ് ചരണം വന്ന താനേ അതങ്ങ് ശരിയായില്ല. അപ്പോൾ ടേക്ക് നമ്പർ 3 നന്നായിട്ട് വന്നു. എന്നാലും എല്ലാം കൂടി ഒപ്പം എല്ലാം മനോഹരമാക്കാനായിട്ട് ഒന്നും കൂടി എടുത്തു കളയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ 4ാമത്തെ ടേക്കോ 5ാമത്തെ ടേക്കോ ആയി. പാട്ടിൻ്റെ പകുതി ആയപ്പോൾ ഉണ്ടടാ പുക, മെഷീനിൽ നിന്ന് പുക വരുന്നു, ഈ റെക്കോർഡിങ് കൺസോളിൽ നിന്ന് പുക വരുന്നു. മിസ്റ്റർ CD വിശ്വനാഥൻ പറഞ്ഞു ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കളഞ്ഞു. അപ്പോൾ എന്താ ഈ 40 പേർക്ക് കാശ് കൊടുക്കണ്ടേ? അതെ. ഇപ്പോൾ രണ്ടാമത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ചിലവ് ഇരട്ടിയാവും. നമ്മൾ ചിലവ് കുറക്കാനായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ നവോദയ അപ്പച്ചൻ എന്നോട് വന്ന് ചോദിച്ചു വാട്ട് ടു ഡു. ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ. അവിടെ ജിജോയും ഫാസിലെല്ലാവരും കൂടിയും കൺസൾട്ട് ചെയ്തപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു പേടിക്കണ്ട, ഇവിടെ ടേപ്പ് എഡിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, SV ശേഖർ എന്നാണ് പേര്. അദ്ദേഹം പിന്നീട് കൊമേഡിയനായിട്ട് അഭിനയിച്ച് തമിഴ്നാട്ടിൽ. അപ്പോൾ SV ശേഖർ അന്ന് സിലോൺ റേഡിയോയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അയാളെ വിളിച്ചിട്ട് നമുക്ക് നല്ല നല്ല ഭാഗങ്ങൾ എടുത്തിട്ട് അതിന് റീ എഡിറ്റ് ചെയ്യുക. അന്ന് മറ്റേതില്ല, ഇലക്ട്രോണിക്സ് ഇല്ലല്ലോ, ടേപ്പാണ്. അപ്പോൾ 1/4 ഇഞ്ച് ടേപ്പിലാണ് മാസ്റ്റർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1ാമത്തെ പല്ലവി എടുത്തു, ഓക്കെ. മറ്റേ ടേക്കിൽ നിന്ന് ഈ ചരണം എടുത്തു, ആ ടേക്കിൽ നിന്ന് 2ാമത്തെ ചരണം എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് കിട്ടിയിരിക്കുന്ന സാധനമാണ് നമ്മളിപ്പോൾ പറയുന്ന അതിഗംഭീര പാട്ടാണെന്ന് പറയുന്നത്. ഏത് മിഴിയോരം, യേശുദാസിന് മിഴിയോരം. അല്ല, അപ്പോൾ സാറ് പറഞ്ഞ ബെസ്റ്റ് ടേക്ക് പോയി. എങ്ങനെ? സാറ് പറഞ്ഞ ബെസ്റ്റ് ടേക്ക് ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ അതൊരു 4ാമത്തെ 5ാമത്തെ ഏറ്റവും ബെസ്റ്റ് ടേക്കാന്ന് പറഞ്ഞില്ല, അതങ്ങനെ പോയി, അത് കിട്ടിയില്ല. ഇല്ല, അതിൻ്റെ ഒരു പോർഷനേ കിട്ടിയുള്ളൂ, അതിൻ്റെ സെക്കൻഡ് ഹാഫ് പോയി. ഇനി അങ്ങനെ ഏറ്റവും നല്ല ഭാഗങ്ങൾ എടുത്ത് തുന്നിക്കെട്ടി എടുത്തതാണ് ഈ മിഴിയോരം. ഇപ്പം നമ്മൾ പാട്ടുകൾ വീണ്ടും പാടി പല ലെയറുകളാക്കി വെക്കുന്നതിൻ്റെ തുടക്കം മിഴിയോരത്തിൽ നമ്മൾ തുടങ്ങിയതല്ലേ? സാറ് ഇപ്പൊ നമ്മള് ജാനകി അമ്മ നമ്മളെ വിട്ടുപോയൊരു സങ്കടത്തിൽ കൂടി ഇരിക്കുകയാണ് ആണല്ലോ. മിഴിയോരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജാനകി അമ്മയും പാടിയിട്ടുണ്ട് മിഴിയോരം. സിംഗിൾസ് ഞാൻ പറഞ്ഞ മാറാമ്പലൊക്കെ മൂളിപ്പാട്ട് പാടുന്ന സീൻ എനിക്ക് വേണ്ടി ആദ്യം പാടിയ പാട്ട് അതാണ് അവർ. എനിക്ക് തോന്നുന്നു സാറിന് ഇപ്പൊ ചിത്രാമ്മയായിട്ടുള്ള ആത്മബന്ധം പോലെ, ദാസാറായിട്ടുള്ള ആത്മബന്ധം പോലെ, മുല്ലനേഴിയുടെ കാര്യം പറഞ്ഞു, സത്യനന്ദിക്കാട് സാറിന്റെ കാര്യം പറഞ്ഞു, ഫാസിൽ സാറിന്റെ കാര്യം പറഞ്ഞു. ഇത്രയും ലെജൻസിന്റെ കൂടെയുള്ള ആത്മബന്ധം പോലെ തന്നെ ഉള്ളതാണ് ജാനകി അമ്മയായിട്ടുള്ള ഒരു ആത്മബന്ധം. നമുക്കെന്താ പറയുക, നികത്താൻ പറ്റാത്തൊരു പോക്കാണ് പോയത്. അതെ, പറയൂ സർ. എല്ലാവരും പോവും. അപ്പോൾ ജാനകി അമ്മ ഇപ്പത്തിൽ നേരത്തെ അങ്ങ് പോയിന്നേ ഉള്ളൂ. പക്ഷേ പോക്കിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്നെക്കാളും ഒരു വയസ്സ് മൂത്തതാണ് ജാനകി. ഐ വാസ് ബോൺ ഇൻ 1939. ഷി വാസ് ബോൺ ഇൻ 1938. ഷി വാസ് ബോൺ ഇൻ April. I was also born in the month of April. I was April 15th. She was in April 24th. അങ്ങനെ ഒരു ചെറിയ സാമ്യം ഞങ്ങളുടെ ഇടയിലുണ്ട്. ജാനകിയമ്മയുടെ അച്ഛൻ ഒരു ആയുർവേദ വൈദ്യനായിരുന്നു, എൻ്റെ അച്ഛനും ഒരു ആയുർവേദ വൈദ്യനാണ്. ഇങ്ങനെ കുറേ സിമിലാരിറ്റീസ് ഞങ്ങൾ തമ്മിലുണ്ട്. യെസ്, ജാനകി അമ്മ പോയി, വലിയ സങ്കടമായിപ്പോയി. പക്ഷേ വാസ് എ വണ്ടർഫുൾ സിംഗർ. പിന്നെ ആത്മബന്ധം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ പറയാം, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു പാട്ട് പാടാനായിട്ട് വിളിക്കുന്നു, അവർ സമയത്ത് വരുന്നു, പാട്ട് പഠിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. പാട്ട് നന്നായിരുന്നു കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു സ്നേഹമുള്ളൊരു സ്ത്രീയായിരുന്നു. നല്ല വെച്ച് കെട്ടൊന്നുമില്ല, ആർട്ടിഫിഷ്യാലിറ്റി ഒട്ടുമില്ല, വളരെ നാച്ചുറലായിട്ടുള്ളൊരു പാട്ടുകാരിയായിരുന്നു. അവരാണെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്കൊന്നും പഠിക്കാത്ത സ്ത്രീയാണ്. എന്തൊക്കെ ഏറ്റവും ഡിഫിക്കൽട്ട് പാട്ടുകളൊക്കെ അവർ പാടിയിട്ടുണ്ട്. ശൃംഗാരവേലനെ എന്നുള്ള ആ പാട്ട് നാഗസ്വരം ഒരു വിദ്വാനാണ് വായിച്ചിരിക്കുന്നത്. അവയാളോട് കിടപിടിക്കുന്ന വിധത്തിലാണ് ഇവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. എന്താ ആ മ്യൂസിക് ഡയറക്ടർ പഠിപ്പിച്ചത് അതുപോലെ തന്നെ അങ്ങ് പാടി. സോ ഈസ് എ മിറാക്കുലസ് സിംഗറാണ്. ആര്? എസ് ജാനകി ഈസ് എ മിറാക്കുലസ് സിംഗർ എന്ന് എനിക്ക് പറയാനുള്ളൂ. സാർ, അപ്പോൾ അതും കൂടി പറഞ്ഞ് നമ്മൾ പതുക്കെ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് നമ്മുടെ സംസാരത്തിൻ്റെ. എനിക്ക് തോന്നുന്നത്
ഇനിയും എത്രയോ മണിക്കൂറുകൾ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിലും പറയാൻ സാറിന്റെ ഒരുപാട് കഥകൾ ഉണ്ടാവും. 2 കഥകൾ പറയാനുണ്ട്, എനിക്ക് കേൾക്കാനും ഒരുപാട് കഥകൾ ഇനിയുണ്ട്. എനിക്ക് വേണം നമ്മൾ വീണ്ടും ഒരു ദിവസം സെഷനിലേക്ക് പിന്നീട് വെക്കാം. ഇരിക്കും. അപ്പം താങ്ക് യു സോ മച്ച്.